Good morning all. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു നമ്മൾ കൺസ്ട്രക്ഷൻസ് പഠിച്ചു. അതിൽ ഇനി നമ്മൾ ഫോർത്ത് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനാണ് ഇതിലെടുക്കുന്നത്. വെൻ 3 sides and 2 angles, 2 included angles, 3 സൈഡ്സും അതിലുള്ള 2 ആംഗിൾസും അറിയാമെങ്കിൽ നമ്മൾ എങ്ങനെ കോട്ടിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്യും. വെൻ 3 sides and 2 included angles are given, 3 സൈഡും 2 ആംഗിൾസും അറിയാമെങ്കിൽ നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. നമുക്ക് നേരെ നമ്മുടെ കൺസ്ട്രക്ഷനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, കൺസ്ട്രക്ട് കോട്ടിലാറ്ററൽ DEAR. DEAR എന്ന കോട്ടിലാറ്ററലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. DE ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ, EA ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ, AR ഈക്വൽ ടു 4.5, ആംഗിൾ E 60 ഡിഗ്രി, ആംഗിൾ A 90 ഡിഗ്രി. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തൊക്കെയുണ്ട്, 3 സൈഡ്സും ഉണ്ട്, 2 ആംഗിൾസും ഉണ്ട്. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലെ നമുക്ക് റഫ് ഫിഗർ വരച്ച് നോക്കാം. കോട്ടിലാറ്ററലാണ്, ഇത് റഫായിട്ട് വരയ്ക്കുക. ഓക്കെ, DEAR. DEAR എന്ന കോട്ടിലാറ്ററൽ ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. അതിൽ DE എന്ന മെഷർമെൻറ്റ് is equal to 4 centimeter, EA equal to 5 centimeter, and AR equal to 4.5 centimeter. അപ്പോൾ നമുക്ക് 3 ആംഗിൾസ് 3 സൈഡ്സ് കിട്ടി. ഇനി 2 ആംഗിൾസാണ് വേണ്ടത്. എന്താ വേണ്ടത്? ആംഗിൾ E. ആംഗിൾ E ഇതാ ഈ ആംഗിൾ ഉണ്ട്. ഈ ആംഗിൾ എത്രയാ? 60 ഡിഗ്രി ആംഗിളാണ് അല്ലേ. നെക്സ്റ്റ് ആംഗിൾ A, ഇതാ ഈ ആംഗിളും ഉണ്ട്. അത് നമ്മൾ 3 സൈഡിലും ഇൻക്ലൂഡ് ആവുന്ന ആംഗിളാണ്, അതാണ് ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ആംഗിൾ A ഈക്വൽ ടു 90 ഡിഗ്രി ആംഗിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. DEAR നമ്മൾ റഫായിട്ട് വരച്ച് നോക്കി. ഇനി നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ബേസ് ആയിട്ട് DE വരച്ച് നോക്കാം. DE വരയ്ക്കാൻ ഡിയുടെ മെഷർമെൻറ്റ് 4 സെൻറ്റിമീറ്റർ ആണ്. സോ DE DE എന്ന മെഷർമെൻറ്റ് വരച്ചു. DE is 4 സെൻറ്റിമീറ്റർ, റൈറ്റ്. 4 സെൻറ്റിമീറ്റർ വരച്ചു. അടുത്ത നമുക്ക് ആംഗിൾ വരയ്ക്കാം. ആംഗിൾ E വരയ്ക്കാം. ഓക്കെ, ആംഗിൾ E വരയ്ക്കാം. നമുക്ക് ഈസി ആണെങ്കിൽ നമുക്ക് പ്രൊട്രാക്ടർ യൂസ് ചെയ്യാം. 60 ഡിഗ്രി വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. നമുക്ക് കോമ്പസിൽ വരച്ച് നോക്കാം 60 ഡിഗ്രി. ഇല്ലെങ്കിൽ നിങ്ങൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്താലും മതി. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഡിവിഷൻ ആയിരിക്കും 60 ഡിഗ്രി പഠിച്ചു. ഒരു ഡിവിഷൻ എടുത്താൽ മതി. ഫസ്റ്റ് ഡിവിഷൻ 60 ഡിഗ്രി ആയതുകൊണ്ട് ഒരു ഡിവിഷൻ എടുത്താൽ മതി. അത് നമ്മൾ നീട്ടി വരച്ചേക്കുക. ഒരല്പം ഒന്ന് നീട്ടി വരച്ചേക്കുക. നീട്ടി വരച്ചു. A അറിയാം. EA എന്ന പോയിന്റ് ഇടണമെങ്കിൽ EA എന്ന മെഷർമെൻറ്റ് 5 സെൻറ്റിമീറ്റർ ആണ്. സോ EA ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ നമുക്ക് കോമ്പസിൽ മെഷർ ചെയ്യാം. EA 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാണ്. ഓക്കെ, മെഷർ ചെയ്തു. 5 സെൻറ്റിമീറ്റർ ആണ് ഇയിൽ പോയിന്റ് ചെയ്ത്. ഓക്കെ, യെസ്, എനിക്കിപ്പോൾ കിട്ടിയതാ ഈ പോയിൻ്റാണ് എൻ്റെ A എന്ന് പറയുന്ന പോയിന്റ്. A. ഓക്കെ, A എന്ന് പറഞ്ഞ പോയിന്റ് നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് മാറ്റി എടുക്കണം. എനിക്കിവിടെ കൺസ്ട്രക്ഷൻ ചെയ്തപ്പോഴത്തേക്കും ഒരു കറക്ഷൻ പറ്റി. ഇത്രയും ചേർന്ന് വരണ്ടായിരുന്നു. ഫിഗർ കറക്റ്റായിട്ട് കിട്ടും, ഇത്തിരി സൈഡിലേക്ക് മാറിപ്പോവുക ഫിഗർ. ഓക്കെ, അപ്പോൾ A എന്ന പോയിന്റ് കിട്ടി. ഇനി എനിക്ക് 90 ഡിഗ്രി ആംഗിളാണ് വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 90 ഡിഗ്രി ആംഗിളും കോമ്പസിൽ വരയ്ക്കാം, ഇല്ലെങ്കിൽ പ്രൊട്രാക്ടറിലാണെങ്കിലും വരയ്ക്കാം. നേരെ പ്രൊട്രാക്ടറിൽ തന്നെ പോവുകയാണ്. ആ സ്പേസിൻ്റെ ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട്. സോ 90 ഡിഗ്രി ഞാനൊന്ന് മാർക്ക് ചെയ്തു. 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി ആംഗിളൊന്ന് നമ്മൾ നീട്ടി വരച്ചേക്കുക. ഇതാണ് 90 ഡിഗ്രി ആംഗിൾ. ഏകദേശം ഒന്ന് നീട്ടി വരച്ചേക്കുക.
അപ്പോൾ 90 ഡിഗ്രി ആംഗിളും വരച്ചു. അപ്പോൾ EA = 5 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ദിസ് ആംഗിൾ ഈസ് 60 ഡിഗ്രി ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി ആംഗിൾ. പിന്നെ എനിക്ക് വേണ്ടത് EAR എന്ന മെഷർമെൻറ്റ് എനിക്കറിയാം 4.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കോമ്പസിൽ മെഷർ ചെയ്യാണ്. 4.5 കോമ്പസിൽ മെഷർ ചെയ്തു. 4.5 ആണ്. എയിൽ പോയിന്റ് ചെയ്തു. ഇതാ 4.5 ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ കിട്ടിയ പോയിന്റാണ് എൻ്റെ R എന്ന പോയിന്റ്. ദിസ് ഈസ് R. അപ്പോൾ AR = 4.5 സെൻറ്റിമീറ്റർ. AR = 4.5. ഇനി നമുക്ക് Dയും Rയും കൂടെ ഒന്ന് ജോയിൻ ചെയ്തേക്കാം. 2 പോയിന്റ്സ് കിട്ടിയതോടെ നേരെ ജോയിൻ ചെയ്യാം. So this is my required quadrilateral DEAR. DEAR എന്ന quadrilateral ഇതാണ് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്ന quadrilateral. Okay, next we are going to the next one. Quadrilateral TRUE. True വേണമെങ്കിൽ നമുക്ക് നീട്ടി ചേർത്ത് വിളിക്കാം. TRUE എന്ന quadrilateral ആണ് വരയ്ക്കുന്നത്. അതിൻ്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാണ്? TR 3.5 സെൻറ്റിമീറ്റർ, RU 3 സെൻറ്റിമീറ്റർ, UE 4 സെൻറ്റിമീറ്റർ, ആംഗിൾ R 75 ഡിഗ്രി, ആംഗിൾ U 120 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റഫ് ഫിഗർ വരച്ച് നോക്കാം അല്ലേ? റഫ് ഫിഗർ വരയ്ക്കുക. Then TRUE എന്ന quadrilateral ആണ് വരയ്ക്കുന്നത്. സോ TR = 3.5 സെൻറ്റിമീറ്റർ, RU = 3 സെൻറ്റിമീറ്റർ, UE = 4 സെൻറ്റിമീറ്റർ. ദെൻ ആംഗിൾ R അറിയാം 75 ഡിഗ്രി ആൻഡ് ആംഗിൾ U 120 ഡിഗ്രി. നമ്മൾ തൊട്ട് മുമ്പുള്ള quadrilateral കൺസ്ട്രക്ട് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഇത് കൺസ്ട്രക്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? TR ബേസ് വരയ്ക്കുക. TR എന്ന ബേസ് 3.5 സെൻറ്റിമീറ്റർ ആണ്. സോ TR ഓക്കെ 3.5 സെൻറ്റിമീറ്റർ ആണ് വരച്ചിട്ടുണ്ട്. ഞാൻ നെയിം ചെയ്യുക TR. ദിസ് ഈസ് 3.5 സെൻറ്റിമീറ്റർ. ഓക്കെ, മറക്കരുത് പെൻസിൽ കൊണ്ട് തന്നെ വരയ്ക്കാവുള്ളേ. TR 3.5 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ഞാൻ വരയ്ക്കാൻ പോണത് ആംഗിൾ R ആണ് വരയ്ക്കുന്നത്. പ്രൊട്രാക്ടറിൽ തന്നെ വരയ്ക്കുകയാണ്. ഞാൻ 75 ഡിഗ്രി വരയ്ക്കുന്നത് കാണിച്ചു. നമുക്ക് അതേ മെത്തേഡിൽ കോമ്പസിലാണെങ്കിലും വരയ്ക്കാം. ഓക്കെ, സോ 75 ഡിഗ്രി ആണ്. ലൈൻ ഇവിടെ ആയതുകൊണ്ട് 70 75 75 ഞാൻ മാർക്ക് ചെയ്തു. ജോയിൻറ്റ് വരച്ച് നീട്ടിയേക്കാവുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും RU എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 3 സെൻറ്റിമീറ്റർ ഒന്ന് മെഷർ ചെയ്ത് മാർക്ക് ചെയ്യാം. 3 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തു. ഓക്കെ, മാർക്ക് ചെയ്തു. സോ ദിസ് ഈസ് മൈ റിക്വയർഡ് പോയിന്റ് U. U എന്ന പോയിന്റ് ആണിത്. ദിസ് ഈസ് ആംഗിൾ 75 ഡിഗ്രി ആൻഡ് RU 3 സെൻറ്റിമീറ്റർ. U എന്ന പോയിന്റ് കിട്ടി. ഇനി യുവിൽ ആംഗിൾ U എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി ആണ്. സോ 120 ഡിഗ്രി ഞാൻ കോമ്പസിൽ പ്രൊട്രാക്ടറിൽ തന്നെ വരയ്ക്കുകയാണ്. 125 ഡിഗ്രി മാർക്ക് ചെയ്തു. സോ നമ്മളിതാ ഇങ്ങോട്ടാണ് ലൈൻ, ഇങ്ങോട്ടായതുകൊണ്ട് 120 ഇതാ ഇവിടെയാണ് 120 ഡിഗ്രി. നമ്മൾ ലൈൻ ഇങ്ങോട്ടല്ലേ, ഇവിടെയല്ലേ നമുക്ക് ഈ പോർഷൻ വേണ്ടത്തെ ലൈനല്ലേ, ഈ ലൈനാണ് വേണ്ടത്. സോ ലൈൻ ഇങ്ങോട്ട് എടുക്കുന്നതുകൊണ്ട് 0 ഇവിടുത്തെ കൗണ്ട് ചെയ്യുക, മുകളിൽ 120 വരുന്നത്. ഓക്കെ, 120 ഡിഗ്രി മാർക്ക് ചെയ്തു. അത് നമ്മളൊന്ന് ജോയിൻ ചെയ്യാണ്. 120 ഡിഗ്രി വരച്ചു. ഓക്കെ, 120 ഡിഗ്രി ആംഗിൾ വരച്ചു. സോ ദിസ് ഈസ് 120 ഡിഗ്രി. ഇനി നമുക്കറിയാം UE എന്ന മെഷർമെൻറ്റ് എത്രയാണ്? UE = 4 സെൻറ്റിമീറ്റർ ആണ്. സോ 4 സെൻറ്റിമീറ്റർ ഞാനൊന്ന് കോമ്പസിലെടുത്ത് മാർക്ക് ചെയ്യാണ്. 4 സെൻറ്റിമീറ്റർ
UE മാർക്ക് ചെയ്യാണ്. 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. E എന്ന പോയിന്റ് എനിക്ക് കിട്ടി. This is my point E. This is equal to UE 4 സെൻറ്റിമീറ്റർ ആണ്. ദെൻ TE നമുക്ക് നേരെ ജോയിൻ ചെയ്യാം. ഓക്കെ, TE നേരെ ജോയിൻ ചെയ്യാം. അപ്പം TRUE എന്ന എനിക്ക് റിക്വയർഡ് ആയിട്ടുള്ള കോട്ടിലാറ്ററൽ കിട്ടി. അപ്പം നിങ്ങളിത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം, നിങ്ങളിപ്പം എക്സ്ട്രാ വരുന്ന ലൈൻസ് ഒന്നും റബ്ബ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ കൺസ്ട്രക്ഷനിൽ എപ്പോഴും നമുക്ക് എക്സ്ട്രാ കുറച്ച് ലൈൻസ് ആവശ്യം വരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാം റബ്ബ് ചെയ്ത് നീറ്റ് ഫിഗർ മാത്രമാണെങ്കിൽ നമുക്കതിനെ സ്കോർ വാല്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ ആൻസർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ എക്സ്ട്രാ വരുന്ന ലൈൻസ് അവിടെ കിടന്നോട്ടെ കേട്ടോ, അത് കുഴപ്പമില്ല. നമുക്ക് പറയാം TRU ഈസ് ദ റിക്വയർഡ് കോട്ടിലാറ്ററൽ എന്നും പറഞ്ഞ് എഴുതി നിർത്തിയാൽ മതി. നമുക്ക് വേണ്ടുന്ന കോട്ടിലാറ്ററൽ രണ്ടെണ്ണവും നമ്മൾ വരച്ചു കഴിഞ്ഞു. എങ്ങനെയുള്ള കോട്ടിലാറ്ററലാണ്? when 3 sides and 2 included angles are given. 3 സൈഡിലും ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിളാണ് ഈ 2 ആംഗിൾസ്. കണ്ടോ, അങ്ങനെയുള്ള ആംഗിൾസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. അപ്പോൾ 2 ഫിഗറും നമ്മൾ വരച്ചു. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. നമ്മൾ കോട്ടിലാറ്ററൽ പഠിച്ചതാണ്. എന്താ പഠിച്ചേ? സം സ്പെഷ്യൽ കേസസ്. പാരലോഗ്രാമിന്റെ തന്നെ കുറച്ച് സ്പെഷ്യൽ കേസസ് പഠിച്ചായിരുന്നു ഇല്ലേ? എന്തൊക്കെയാ? റോംബസ്, സ്ക്വയർ, റെക്ടാങ്കിൾ ഒക്കെ നമ്മൾ പഠിച്ചു. പാരലോഗ്രാമിലെ കുറച്ച് സ്പെഷ്യൽ കേസസ്. ആ സ്പെഷ്യൽ കേസസിനെ നമ്മളൊന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ് നെക്സ്റ്റ് സെക്ഷനിൽ. എക്സസൈസ് 4.5ലാണത്. കുറച്ച് സ്പെഷ്യൽ കേസസ് ആണ്. സോ ഫസ്റ്റ് വൺ എന്താണ്? ഒരു സ്ക്വയർ. READ എന്ന ഒരു സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. READ എന്ന ഒരു സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാം. നമുക്കറിയാം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും, എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൈഡിന്റെ മെഷർമെന്റിന്റെ ആവശ്യമേ നമുക്കുള്ളൂ. നമുക്ക് റഫ് ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കറിയാം ഫിഗർ എങ്ങനെയാ വരുന്നതെന്നുള്ളത്. സോ നമുക്ക് നേരിട്ട് അങ്ങ് വരച്ചു തുടങ്ങാം. നോക്കുക, റീഡ് എന്ന സ്ക്വയർ ആണ് വരയ്ക്കുന്നത്. അപ്പോൾ RE ഈക്വൽസ് 5.1 സെൻറ്റിമീറ്റർ ആണ്. RE 5.1 സെൻറ്റിമീറ്റർ. സോ ഞാൻ RE 5.1 വരയ്ക്കുകയാണ്. 5 കഴിഞ്ഞ് ഫസ്റ്റ് ലൈൻ വരെ. 5 കഴിഞ്ഞ് ഫസ്റ്റ് ലൈൻ വരെയാണ് 5.1. സോ ദിസ് ഈസ് RE 5.1 സെൻറ്റിമീറ്റർ. RE ഈക്വൽസ് 5.1 സെൻറ്റിമീറ്റർ വരച്ചു. നെക്സ്റ്റ് എനിക്കറിയാം R എന്ന ആംഗിളും E എന്ന ആംഗിളും എന്താണ്? 90 ഡിഗ്രി ആംഗിൾസ് ആണ്. 90 ഡിഗ്രി ആംഗിൾ നമുക്ക് പ്രൊട്രാക്ടറിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് 90 ഡിഗ്രി, വൺ ഓഫ് 90 ഡിഗ്രി ആംഗിൾ. സോ ഞാനത് ജോയിൻ ചെയ്യുകയാണ്. ഒരു 90 ഡിഗ്രി ആംഗിൾ ഞാൻ ജോയിൻ ചെയ്തു. നെക്സ്റ്റ് നോക്കാം, ഇവിടെ REA ആണ് അടുത്ത പോയിന്റ് വരേണ്ടത് അല്ലേ? അപ്പൊ RE എന്ന സൈഡും എന്താണ്? 5.1 തന്നെ അല്ലേ? സോ 5.1 ഞാൻ മെഷർ ചെയ്ത് വരയ്ക്കുകയാണ്. സോ ഈ ലൈൻ 5.1 ആയതുകൊണ്ട് ഞാൻ നേരിട്ട് എടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സ്കെയിലാണെങ്കിലും എടുക്കാം. ഈ ലൈൻ 5.1 അല്ലേ? സോ സെയിം മെഷർമെന്റ് ആണ്. ഓക്കെ, അതൊന്ന് മാർക്ക് ചെയ്തിട്ടു. അതാണ് എൻ്റെ EA. This is 5.1 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സൈഡ് R എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആംഗിൾ ആണ്. $90 ഡിഗ്രി ആംഗിൾ ആണ്. 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. ജോയിൻ ചെയ്യുന്നു. അവിടെ ഞാൻ 90 ഡിഗ്രി ആംഗിൾ വരച്ചു. 90 ആംഗിൾ വരച്ചു. ആ സൈഡും RD എന്ന സൈഡും എന്തായിരിക്കും? 5.1 ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക. സെയിം മെഷർമെന്റ് ആണ് കോമ്പസിലിരിക്കുന്നത്. 5.1 അതും ഞാനൊന്ന് മാർക്ക് ചെയ്തു.
So this is my required point D. D എന്ന പോയിന്റ് ആണ് 5.1 സെന്റിമീറ്റർ. സോ എയും ഡിയും കൂടെ ജോയിൻ ചെയ്താൽ എനിക്ക് കിട്ടുന്ന ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. ആ സൈഡും എന്തായിരിക്കും? 5.1 ആയിരിക്കും മെഷർമെന്റ് എന്ന് പറയുന്നത്. സോ നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തു. സോ ഈ കിട്ടിയ സൈഡും എന്താണ്? 5.1 ആണ്. 5.1 തന്നെ കിട്ടി. ദിസ് ഈസ് 5.1 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് രണ്ട് ആംഗിൾസ് മാത്രമേ വരയ്ക്കേണ്ട ആവശ്യം വന്നുള്ളൂ. നമുക്ക് ലാസ്റ്റ് 2 പോയിന്റ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് റോംബസ് whose diagonals are 5.2 സെന്റിമീറ്റർ ആൻഡ് 6.4 സെന്റിമീറ്റർ long. നമ്മൾ സെയിം ടൈപ്പ് റോംബസ് വരച്ചിട്ടുണ്ട്. മെഷർമെന്റ്സും ചേഞ്ച് ഉണ്ട്. നമ്മൾ സെയിം ടൈപ്പ് ഡയഗണൽസ് അറിയാവുന്ന റോംബസ് ബെൻഡ് എന്നുള്ളത് എക്സൈസ് 4.2 ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തന്നെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ അത് പഠിച്ചിട്ട് ഇത് തനിയെ വരയ്ക്കണം. എന്ത് ചെയ്യണം? ആദ്യം രണ്ട് ഡയഗണൽ വരയ്ക്കുക, ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ആദ്യം 6.4 വേണമെങ്കിൽ ലൈൻ വരയ്ക്കുക. ദെൻ 6.4ന് ബൈസെക്ടേഴ്സ് വരയ്ക്കുക. ആ ബൈസെക്ടർ എന്താണ്? 5.2 മെഷർ ചെയ്തെടുക്കുക. കിട്ടിയ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക. ദിസ് ഈസ് ദ റിക്വയർഡ് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, നിങ്ങൾ പഠിച്ചതാണ്. നമ്മൾ സെയിം ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ഡു ഇറ്റ് യുവർ സെൽഫ്. നെക്സ്റ്റ് വരുന്നത് റെക്ടാങ്കിൾ വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് ലെങ്ത് 5 സെന്റിമീറ്റർ ആൻഡ് 4 സെന്റിമീറ്റർ. ഒരു റെക്ടാങ്കിൾ ആണ് വരയ്ക്കേണ്ടത് അല്ലേ? റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയ ഫിഗർ ആണ്. ക്വാഡ്രിലാറ്ററൽ ആണ് റെക്ടാങ്കിൾ. എല്ലാ ആംഗിൾസും എന്തായിരിക്കും? 90 ഡിഗ്രി ആംഗിൾസ് ആയിരിക്കും. സോ അഡ്ജസൻറ്റ് സൈഡ്സ്, ഒരു സൈഡ് 5 സെന്റിമീറ്റർ, നെക്സ്റ്റ് സൈഡ് 4 സെന്റിമീറ്റർ. സോ ഓപ്പോസിറ്റ് സൈഡും എന്തായിരിക്കും? ഈക്വൽസ് ആയിരിക്കും. 4 സെന്റിമീറ്റർ ആൻഡ് 5 സെന്റിമീറ്റർ. നമുക്ക് പേര് കൊടുക്കാം. ഞാൻ പി ക്യു ആർ എസ് എന്ന് പേര് കൊടുക്കുകയാണ്. PQRS. കാരണം പേരൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ നമുക്ക് PQRS എന്ന് തന്നെ ഞാൻ പേര് കൊടുത്തു. ദെൻ അത് വരയ്ക്കാം. എന്താണ്? റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിൾ PQ ഞാൻ ആദ്യം വരയ്ക്കുകയാണ്. PQ ഈക്വൽസ് എന്താണ്? 5 സെന്റിമീറ്റർ ആണ്. ഈ ഫിഗറിൽ ഞാൻ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് കോമ്പസ് കൊണ്ട് 90 ഡിഗ്രി വരയ്ക്കാം കേട്ടോ. ഓക്കെ, 5 സെന്റിമീറ്റർ വരയ്ക്കാം. ഓക്കെ, 5 സെന്റിമീറ്റർ. ദിസ് ഈസ് 5 സെന്റിമീറ്റർ. ഓ സോറി, PQ ആണ്. PQ 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ PQ വരച്ച് നമുക്ക് പിയിലും ക്യൂവിലും 90 ഡിഗ്രി ആംഗിൾസ് കൺസ്ട്രക്ട് ചെയ്യാം. വരച്ചു. അറിയാം 60ക്കും 120ക്കും ഇടയ്ക്കാണ് 90 ഡിഗ്രി വരിക. 60 വരച്ചു. നെക്സ്റ്റ് 120യും വരച്ചു. അപ്പോൾ 60യുടെയും 120യുടെയും ബൈസെക്ടർ ആയതുകൊണ്ട് നമ്മൾ രണ്ടിനും ബൈസെക്ടേഴ്സ് വരയ്ക്കുകയാണ്. 60ക്കും 120ക്കും ബൈസെക്ടർ ആണ് 90 ഡിഗ്രി. സോ 90 ഡിഗ്രി വരച്ചു. ഇതേ മെത്തേഡ് തൊട്ട് മുമ്പ് വെച്ച സ്ക്വയറിലും 90 ഡിഗ്രി വരയ്ക്കാം. ഓക്കെ, ഇപ്പം 90 ഡിഗ്രി വരച്ചു. രണ്ട് സൈഡിലും 90 ആദ്യം വരച്ചേക്കാവേ. ലൈൻ ഇങ്ങോട്ടായതുകൊണ്ട് ഇവിടെ നിന്നാണ് 60 കൗണ്ട് ചെയ്യുന്നത്. 60, 120 രണ്ടിലും ബൈസെക്ടേഴ്സും കൂടെ വരയ്ക്കുകയാണ്. ബൈസെക്ടർ വരച്ചു. 90 ഡിഗ്രി ആംഗിളും കിട്ടി.
ഡിഗ്രി നീട്ടി വരച്ചേക്കുക. 2 ആംഗിളും വരച്ച് നിർത്താം. നമുക്ക് യെസ് 90 ഡിഗ്രി ആംഗിൾ വരച്ചു. ഇതിന് എന്താണ് 90 ഡിഗ്രിയാണ്. ദെൻ QR 4 സെൻറ്റിമീറ്ററും PS 4 സെൻറ്റിമീറ്ററുമാണ്. അതൊന്ന് മാർക്ക് ചെയ്യാം. 4 സെൻറ്റിമീറ്റർ ഞാൻ കോമ്പസിൽ എടുക്കുന്നു. കോമ്പസിലെടുത്തു 4 സെൻറ്റിമീറ്റർ. ഇതാണ് എനിക്ക് വേണ്ടുന്ന എന്താണ് 6 4 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് വേണ്ടത് PS ആണ്. കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ തന്നെയാണ്, ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. മെഷർ ചെയ്യാം. 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അത് ഞാൻ വരച്ചു. ദിസ് ഈസ് മൈ റിക്വയർഡ് S. അതും എത്രയാണ് 4 സെൻറ്റിമീറ്റർ ആണ്. സോ 6 മെസ്സും കിട്ടി. രണ്ടും കൂടെ നേരിട്ട് എന്താണ് ജോയിൻ ചെയ്താൽ മാത്രം മതി. 6 മെസ്സും കൂടെ ജോയിൻ ചെയ്യുക. ഈ കിട്ടിയ മെഷർമെൻറ്റ് എന്താണ്? വിൽ ബി 5 സെൻറ്റിമീറ്റർ. ഓക്കെ, 5 സെൻറ്റിമീറ്റർ തന്നെ കിട്ടി. എത്രയാണ് 5 സെൻറ്റിമീറ്റർ. ഇതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുണ്ടായിരുന്ന റെക്റ്റാങ്കിൾ വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് 5 സെൻറ്റിമീറ്റർ ആൻഡ് 4 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് നമുക്ക് പാരലോഗ്രാം OKAY ആണ് വരയ്ക്കേണ്ടത്. പാരലോഗ്രാം OKAY നമുക്ക് റഫ് ഫിഗർ വരച്ച് നോക്കാം. ഓക്കെ, OKAY. അതിലെന്താ OK ഈക്വൽസ് 5.5 സെൻറ്റിമീറ്റർ, KA ഈക്വൽസ് 4.2 സെൻറ്റിമീറ്റർ. നമുക്കറിയാം ഓപ്പോസൈറ്റ്സ് പാരലോഗ്രാമിൻ്റെ ഈക്വൽ ആയതുകൊണ്ട് ദിസ് വിൽ ബി 5.5 സെൻറ്റിമീറ്റർ ആൻഡ് ദിസ് സൈഡ് വിൽ ബി 4.2 സെൻറ്റിമീറ്റർ. നമുക്ക് ആംഗിൾസ് ഒന്നും അറിയത്തില്ല. ക്വസ്റ്റ്യനിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് യുണീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് യുണീക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം അഡ്ജസൻറ്റ് സൈഡ്സിൻ്റെ മെഷർമെൻറ്റ്, അഡ്ജസൻറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ആയിരിക്കും ഒരു പാരലോഗ്രാമിൽ. അപ്പം നമുക്ക് ഏത് 2 നമ്പേഴ്സ് എടുത്താൽ ഇത് സപ്ലിമെൻ്ററി ആകും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. ഏതോ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് 180 കിട്ടും. അത് ഏത് നമ്പേഴ്സ് എടുത്താലും കുഴപ്പമില്ല. നമുക്ക് എന്താ എടുക്കാം? 30 150 എടുക്കാം, 50 130, 90 90 ഇതൊക്കെ എടുത്താലും 180 കിട്ടും. ഞാനിപ്പോൾ എടുക്കുന്നത് 60 120 ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ 2 മെഷർമെൻറ്റ്സ്, അപ്പോൾ ഈ ഒരു ആംഗിൾ ഞാൻ 60 ഡിഗ്രി വരയ്ക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ എന്താവും? അതും 60 ഡിഗ്രി ആകും. ഈ ആംഗിൾ ഞാനൊരു 120 ഡിഗ്രി വരയ്ക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിളും 120 ഡിഗ്രി ആകും. ഇഷ്ടമുള്ള മെഷർമെൻറ്റ് എടുക്കാം നമുക്ക്. സോ നമുക്ക് വരച്ച് നോക്കാം പാരലോഗ്രാം OKAY. സോ OK എന്ന് പറയുന്ന മെഷർമെൻറ്റ് എത്രയാണ്? ഇറ്റ്സ് 5.5 സെൻറ്റിമീറ്റർ. 5.5 വരയ്ക്കാം. .5 ഞാൻ മാർക്ക് ചെയ്തു. ദിസ് ഈസ് OK. 5.5 സെൻറ്റിമീറ്റർ. നമുക്ക് OM Kയും ആംഗിൾസ് വരയ്ക്കാം. നേരെ പ്രൊട്രാക്ടർ എടുക്കുകയാണ്. നിങ്ങൾക്ക് കോമ്പസിൽ വേണമെങ്കിൽ കോമ്പസിലാണെങ്കിലും ചെയ്യാം. K എന്ന് പറയുന്ന ആംഗിൾ ഞാൻ 120 ഡിഗ്രിയാണ് ഉദ്ദേശിക്കുന്നത്. സോ 120 ഡിഗ്രി 120 ഡിഗ്രി മാർക്ക് ചെയ്തു. ഡിഗ്രി മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഈ ആംഗിൾ 120 ഡിഗ്രി. സോ ഈ സൈഡ് KA എന്ന സൈഡ് 4.2 ആണ്. സോ 4.2 കൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, 4.5 ആയിട്ട് സോറി, 4.2ൻ്റെ ആവശ്യമുള്ളൂ. 4.2. സോ കെയിൽ നിന്ന് പോയിന്റ് ചെയ്തു. ഓക്കെ, 4.2 മാർക്ക് ചെയ്തു. ഇതാണ് എൻ്റെ A എന്ന് പറയുന്ന പോയിന്റ്. 4.2 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് സൈഡ് 60 ഡിഗ്രിയാണ് O എന്ന് പറയുന്നത്. സോ നമുക്ക് 60 ഡിഗ്രി മാർക്ക് ചെയ്യാം.
60 ഡിഗ്രി ഇതാ ഇവിടെ വരും. താഴത്തെ 0 കൊടുക്കണം, ലൈൻ ഇങ്ങോട്ടായിരുന്നു 0 താഴത്തെ 60 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്തു. അതും ഒന്ന് ജോയിൻ ചെയ്യാം. അല്പം നീട്ടി വരച്ചേക്കാണ്. അതും ജോയിൻ ചെയ്തു. ഈ OY എന്ന സൈഡും 4.2 ആയതുകൊണ്ട് സെയിം മെഷർമെൻറ്റ് മതി. സെയിം മെഷർമെൻറ്റ് തന്നെ എടുത്തു. ഈ സൈഡ് എന്താ കിട്ടിയത്? 60 ഡിഗ്രി ആംഗിളാണ്. ആൻഡ് ദിസ് ഈസ് 4.2 സെൻറ്റിമീറ്റർ. ആൻഡ് ദിസ് ഈസ് മൈ റിക്വയർഡ് പോയിന്റ് Y. ഇനി എയും വൈയും കൂടെ നേരിട്ട് ജോയിൻ ചെയ്യാം. എയും വൈയും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ ലൈൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 5.5 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. എൽ ബി 5.5. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള പാരലോഗ്രാം OKAY. അപ്പോൾ ആംഗിൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾസ് എടുത്താൽ മതി. ഓക്കെ, നമ്മളുടെ ഈ ചാപ്റ്ററിൽ 5 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു? ആദ്യം നമ്മൾ ചെയ്തത് 4 സൈഡ്സും ഒരു ഡയഗണലും അറിയാമെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ചെയ്തത് അല്ലേ? നമുക്ക് when the 4 sides and a diagonal are given. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ 4 കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് when 2 diagonals and 3 sides are given. 2 ഡയഗണൽസും 3 സൈഡ്സും അറിയാമെങ്കിൽ നമ്മൾ അതും കൺസ്ട്രക്ട് ചെയ്തു. നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് എന്താണ്? when 2 adjacent sides and 3 angles are given. 2 അടുത്തടുത്തുള്ള സൈഡ്സും 3 ആംഗിൾസും അറിയാമെങ്കിൽ. Then നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ when 3 sides and 2 included angles. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് when 3 sides and 2 included angles are given. 3 സൈഡ്സും ആ 3 സൈഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന 2 ആംഗിൾസും. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കുറച്ച് സ്പെഷ്യൽ കേസസ് ആണ് വരുന്നത്. നമ്മൾ പഠിച്ച റോംബസ്, റെക്ടാങ്കിൾ, സ്ക്വയർ പോലുള്ള സ്പെഷ്യൽ കേസസിൻ്റെ കൺസ്ട്രക്ഷൻ. ഇതിൽ കൂടാതെ നമ്മൾ ആംഗിൾസിൻ്റെ കൺസ്ട്രക്ഷൻ സ്പെഷ്യലായിട്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മളുടെ കോട്ടിലാറ്ററലിൻ്റെ കൺസ്ട്രക്ഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മളിവിടെ ഫിനിഷ് ചെയ്തേക്കാണ്. കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് വളരെ എളുപ്പമാണ്. നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കണ്ട് കൺസ്ട്രക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. Okay, thank you.